ഹലോ സർ, ടഫി ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ ഇവിടെയുണ്ട്. ടഫി ആപ്ലിക്കേഷനിൽ അന്വേഷണത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് അന്വേഷണം? ശരി. അടിസ്ഥാനപരമായി അന്വേഷണം എന്നാൽ ചേരുന്നതിന് ഒരു പുതിയ വിദ്യാർത്ഥി അന്വേഷണത്തിന് വരുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ റഫറൻസിനായി ആ വിദ്യാർത്ഥിയുടെ ഡാറ്റ ആപ്ലിക്കേഷനിൽ സംഭരിക്കാനാകും. ആദ്യം ഒരു സാമ്പിൾ അന്വേഷണം സൃഷ്ടിക്കാം. അന്വേഷണത്തിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ലിസ്റ്റിൽ നിന്ന് ആദ്യ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഞങ്ങൾ പുതിയ വിദ്യാർത്ഥികളുടെ ഡാറ്റ ഇടും. പേര്, വിദ്യാർത്ഥി അല്ലെങ്കിൽ രക്ഷാകർതൃ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, ജീവനുള്ള വിലാസം, അന്വേഷണത്തിന്റെ പ്രധാന വിഷയം എന്നിവ. അന്വേഷണ തീയതിയും ആപ്ലിക്കേഷൻ യാന്ത്രികമായി സജ്ജമാക്കി. അവയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ തീയതികൾ മാറ്റാനാകും. ഡാറ്റ പൂർത്തിയാക്കിയ ശേഷം സ്ക്രീനിന് മുകളിൽ ലഭ്യമായ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശരി, നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ അന്വേഷണം വിജയകരമായി സംരക്ഷിച്ചു. അന്വേഷണത്തിലെ മറ്റ് ഓപ്ഷനുകൾ എന്താണെന്ന് ഇപ്പോൾ പരിശോധിക്കാം. അന്വേഷണത്തിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ കാണിക്കും. സജീവമായ അന്വേഷണം, അടുത്ത അന്വേഷണം, ഇന്നത്തെ തുടർ അന്വേഷണം എന്നിവ പോലെ. നമുക്ക് സജീവമായ അന്വേഷണം പരിശോധിക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സജീവമായ അന്വേഷണ ലിസ്റ്റ് കാണിക്കും. അന്വേഷണത്തിൽ ക്ലിക്ക് ചെയ്യുക. ആ അന്വേഷണ വിശദാംശങ്ങൾ ആപ്ലിക്കേഷൻ കാണിക്കും. സ്ക്രീനിന് മുകളിൽ നിങ്ങൾക്ക് എഡിറ്റ്, ഡിലീറ്റ് ഓപ്ഷൻ കണ്ടെത്താം. ആ ഓപ്ഷന് ചുവടെ വിദ്യാർത്ഥിയുടെ പേര് നിങ്ങൾ കാണും. വിദ്യാർത്ഥിയുടെ പേരിന് ചുവടെ നിങ്ങൾക്ക് അന്വേഷണ തീയതിയും തുടർന്നുള്ള തീയതിയും കാണാൻ കഴിയും. ആ തീയതികൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ തീയതികൾ മാറ്റാൻ കഴിയും. വിദ്യാർത്ഥിയുടെ പേരിന് പുറമെ നിങ്ങൾക്ക് അന്വേഷണ നില കാണാനാകും. സജീവമോ അടക്കുകയോ ചെയ്യുക. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അന്വേഷണം സജീവമാക്കാൻ കഴിയുന്നതുപോലെ. ഈ അന്വേഷണത്തിൽ നിന്ന് നിങ്ങളുടെ വിദ്യാർത്ഥിയെ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യാം. ഇവിടെ ആപ്ലിക്കേഷൻ അന്വേഷണ വിശദാംശങ്ങൾ കാണിക്കും. കൂടാതെ ഈ വിദ്യാർത്ഥി അന്വേഷണത്തിനായി നിങ്ങൾക്ക് കുറിപ്പുകൾ ചേർക്കാനും കഴിയും. ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കാണുക. ആഡ് നോട്ട് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുറിപ്പ് ആവശ്യപ്പെടും. നിങ്ങളുടെ കുറിപ്പ് ചേർത്ത് സംരക്ഷിക്കുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മുൻകാല അന്വേഷണ കുറിപ്പുകൾ എഡിറ്റ് ചെയ്യാനും കഴിയും. അതിനാൽ ഇതെല്ലാം അന്വേഷണത്തെക്കുറിച്ചാണ്. മറ്റ് രണ്ട് പ്രവർത്തനങ്ങളും സജീവമായ അന്വേഷണത്തിന് തുല്യമാണ്. ഇന്നത്തെ അന്വേഷണത്തിൽ ആപ്ലിക്കേഷൻ ഇന്നത്തെ ഫോളോ അപ്പ് അന്വേഷണങ്ങൾ മാത്രം കാണിക്കും. ശരി, അതിനാൽ ഞങ്ങൾ ഇവിടെ അന്വേഷണ ട്യൂട്ടോറിയൽ പൂർത്തിയാക്കി. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഗുഡ് ഡേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴെല്ലാം